പക്ഷേ ഡീലുകളെ കുറിച്ചാണ് സംസാരം. എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ ഡീലുണ്ടെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. തിരിച്ച് എൽ ഡി എഫും ആരോപിക്കുന്നു കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് ഡീലെന്ന്. യഥാർത്ഥത്തിൽ നമ്മൾ കുറേ കാലം കേട്ടൊരു കാര്യമാണ്, വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ബി ജെ പിയെ സഹായിക്കുന്നൊരു പ്രവണതയായി മാറും. യഥാർത്ഥത്തിൽ പക്ഷേ അത് അങ്ങനെയാണോ? ആർ എസ് എസിൻ്റെ യഥാർത്ഥത്തിലുള്ള അജണ്ട ഇവിടെ എന്തായിരിക്കും? ആർ എസ് എസിൻ്റെ അജണ്ട എന്ന് പറയുന്നത് ആർ എസ് എസിന് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ സൗകര്യം ലഭിക്കുന്നതായിട്ടുള്ള പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ആർ എസ് എസ് ഒരു ദിവസം കൊണ്ട് പ്രവർത്തനം നടത്തുന്ന സംഘടനയല്ല. ദീർഘകാലത്തെ പ്രവർത്തനം നടത്തി ദീർഘകാല വിഷൻ സാക്ഷാത്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ. പ്രത്യേകിച്ച് ഒരു ആർ എസ് എസ് സംസ്കാരത്തെ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി. സേവാഭാരതി പോലെയുള്ള സംവിധാനങ്ങളിലൂടെ അവരെ സാധാരണ ആളുകളിലേക്ക് ഇറങ്ങി അവരെ അവരുടെ കൈകളിലാക്കി അവരിലൂടെ ഈ ഹിന്ദുത്വ സംസ്കാരത്തെ നിർമ്മിക്കുക എന്ന് പറയുന്നതാണ് ആർ എസ് എസിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. അപ്പോൾ അവരങ്ങനെ നോക്കുന്ന സമയത്ത് എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നതാണ് യു ഡി എഫ് അധികാരത്തിൽ വരുന്നതാണ് അവർക്ക് നല്ലത് എന്ന് ചോദിച്ചാൽ എല്ലാ ആളുകളും ചാടിക്കയറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നതാണ് നല്ലതെന്നാണ് അവർ വിചാരിക്കുക എന്നാണ്. എന്താണ് അതിന് കാരണം? ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും മുദ്രാവാക്യം എന്താണ്? കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ്. കോൺഗ്രസ് മുക്ത ഭാരതത്തിൻ്റെ ആദ്യപടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ ഇല്ലാതാക്കലാണ്. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും കോൺഗ്രസിനെ ഇല്ലാതാക്കി. കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കണമെങ്കിൽ, കോൺഗ്രസിനെ നശിപ്പിച്ച് കളയണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണല്ലോ അവർ ആലോചിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ പെട്ടെന്ന് ചാടിക്കയറി പറയണം കോൺഗ്രസിനെ തോൽപ്പിക്കാനായിരിക്കും ആർ എസ് എസ് വോട്ട് ചെയ്യുക എന്നത്. ശരിയല്ലേ? അതൊരിക്കലും ഒരു കറക്റ്റ് പൊളിറ്റിക്കൽ അനാലിസിസ് അല്ല. കേരളത്തിൽ ആർ എസ് എസിൻ്റെ അജണ്ട എന്ന് പറയുന്നത് സി പി എമ്മിനെ തോൽപ്പിച്ച് കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് അതിൻ്റെ ഗുണം? എന്ത് ഗുണമാണ് ആർ എസ് എസിന് അപ്പോൾ കിട്ടാനായിട്ട് പോകുന്നത്? ആർ എസ് എസിന് കിട്ടുന്ന പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ്. അതുകൊണ്ട് ഭരണത്തിൻ്റെ മുഖ്യധാരകളിൽ ഈ മുസ്ലിം ലീഗിൻ്റെ ആധിപത്യം ശക്തമായി. ആ മുസ്ലിം ലീഗിൻ്റെ ആധിപത്യം എന്ന് പറയുന്നത് ശക്തിപ്പെടുന്ന സമയത്ത് പലതരം ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വർഗീയ ധ്രുവീകരണത്തിൻ്റെ സ്പേസാണ് അത് തുറന്നു വെക്കുക. അങ്ങനെ മുസ്ലിം ഐഡൻറ്റിറ്റിയെ ശത്രുപക്ഷത്ത് നിർത്തി അവരെ നിർമ്മിതിയിലൂടെ തങ്ങളുടെ സാംസ്കാരികമായിട്ടുള്ള സംവിധാനത്തെ വളർത്താൻ ആർ എസ് എസിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് കോൺഗ്രസ് ഭരണമായിരിക്കും. അതാണ് അതിൻ്റെ പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സ് മനസ്സിലാക്കിയിട്ടല്ല ആർ എസ് എസ്സുകാർ എൽ ഡി എഫിന് വോട്ട് ചെയ്യും, എൽ ഡി എഫിനെ ഏൽപ്പിക്കും എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയം മനസ്സിലാക്കാത്ത ആൾക്കാരാണ്. ആർ എസ് എസ് പക്ഷേ വളരെ ബോധപൂർവം കാര്യങ്ങൾ പഠിച്ച് മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതുകൊണ്ട് അവരുടെ ലൈൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നോട്ടെ, അവർ തങ്ങൾക്ക് വളരാൻ, സംഘടനയ്ക്ക് വളരാൻ, ഹിന്ദുത്വത്തിന് വളരാൻ ആവശ്യമായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ്. ചെറിയ ഉദാഹരണം ഞാൻ പറയും. എന്താണ് ചെറിയ ഉദാഹരണം? കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കടന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കൊച്ചിയിൽ യു ഡി എഫിന് നല്ല ഭൂരിപക്ഷം കിട്ടി. അങ്ങനെ ഭൂരിപക്ഷം കിട്ടിയ സമയത്ത് കൊച്ചിയിൽ നിന്ന് കേട്ട ശബ്ദം എന്ന് പറയുന്നത് മേയർ ലാറ്റിൻ കാത്തലിക്കയായിരിക്കണം എന്നുള്ളതാണ്. കത്തോലിക്ക സഭ പറയുന്ന ആളെ മേയറാക്കണം എന്ന് കത്തോലിക്ക സഭ പറയാണ്. അവിടെ ഒരു മതാധിപത്യത്തിൻ്റെ ശബ്ദം മുഴങ്ങുകയാണ്. ആരുടെ? കത്തോലിക്കൻ്റെ. മുസ്ലിം ലീഗ് ഉള്ള സ്ഥലത്ത് മുസ്ലിം ലീഗ് അങ്ങനത്തെ പരിപാടികൾ നടപ്പിലാക്കും. കൊല്ലത്തെ ഒരു ഡെപ്യൂട്ടി മേയർ സ്ഥാനമായി. അവിടെ നിന്നാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം യു പ്രതിഭയ്ക്കെതിരെ മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനറായിരിക്കുന്ന ഇർഷാ വളരെ മോശമായിട്ടുള്ള ഭാഷയുള്ള പ്രയോഗം നടത്തി. അപ്പോൾ ശരീര സൗന്ദര്യം വിറ്റാണ് അവർ മത്സരിക്കാൻ വരുന്നത് എന്ന് പറയുന്ന തരത്തിലേക്ക് മോശമായിട്ടുള്ള പ്രയോഗം സൃഷ്ടിച്ചെടുക്കാനായിട്ട് കഴിയും. ഇതുപോലെയുള്ള സാധ്യത പല ഘട്ടങ്ങളിലും കൂടുതലായിട്ട് വീണ് കിട്ടാനായിട്ട് അവരെ സഹായിക്കുന്നത് ആരായിരിക്കും? മതപരമായ രീതിയിൽ യു ഡി എഫ് ആയിരിക്കും. അപ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വരട്ടെ എന്നായിരിക്കും ആർ എസ് എസ് വിചാരിക്കും. എന്തെങ്കിലും തരത്തിൽ
ആ ഭരണം വരുന്നതിലും സഹായിക്കാനായിട്ട് അവർക്ക് കഴിയുകയാണെങ്കിൽ ആ രീതിയിൽ അവർ സഹായിക്കും. അങ്ങനെ ഭരണം വരും. അങ്ങനെ ഭരണം വന്നാൽ നമ്മളീ പറയുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാവും. പല ആഴ്ചകളിലും മാസങ്ങളിലൊക്കെ ഇതൊക്കെ കത്തി നിൽക്കുന്നതാണ്. ആ കത്തി നിൽക്കുന്ന കാലത്ത് കേരളത്തിൽ ഈ മതധ്രുവീകരണം എന്ന് പറയുന്നത് ശക്തമാക്കപ്പെടാൻ സാധിക്കും. ഭരണത്തിലിരിക്കുന്ന മുസ്ലിം ലീഗ് ആകുമ്പോൾ മുസ്ലിം ലീഗിനെതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി തന്നെ നിർമ്മിച്ചെടുക്കുന്നതിൽ RSS വിജയി. അത് RSSനും BJPക്കും വളർച്ചയ്ക്ക് സഹായം. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങനെയായിരിക്കും വർക്കൗൾ ആകുക എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അല്ല, പക്ഷെ അത് തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നൊരു ഘട്ടത്തിലേക്ക്, രാഷ്ട്രീയത്തിലേക്ക് എത്തണമല്ലോ. അവർക്ക് സീറ്റ് ലഭിക്കും. അവരിപ്പോൾ തിരഞ്ഞെടുപ്പ് അവർ ബ്രേക്ക് ഇൻ പോയിൻ്റിൻ്റെ അടുത്താണ്. അവർ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ തുടങ്ങിയ പിന്നെ അവർ വിന്നിങ് പാർട്ടിയായി. വിന്നിങ് പാർട്ടിയായി കഴിഞ്ഞാൽ പലരും ആളുകൾ വീണ്ടും അതിനകത്ത് ഒരുപാട് പേര് ഓടിക്കയറും. തിരഞ്ഞെടുപ്പിൽ ജയിക്കാനായിട്ട് പോകും. ഈ CPM-ലുള്ള ഹിന്ദുക്കൾ തന്നെ അതിലേക്ക് പോകും. അല്ല, CPM-ൽ നിന്ന് ഒരുപാട് വരുവാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിൽ നിന്നും പോകും. രണ്ടു നിലത്തും പോകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഉള്ള ഒരു സാഹചര്യം വരുന്നതാണ്, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ടാകുന്നതാണ് RSSന് ഇഷ്ടം എന്നാണ് ഞാൻ കണക്ക്. അതുകൊണ്ട് ഈ 2026 തെരഞ്ഞെടുപ്പിനകത്ത് RSSൻ്റെ അടിയൊഴുക്ക് രാഷ്ട്രീയം നമ്മളുടെ മുന്നിൽ വരച്ച് കാണിക്കുന്നത് UDF അധികാരത്തിൽ വരട്ടെ എന്നാണ് RSS ആഗ്രഹിക്കുന്നതെന്നായിരിക്കും. അങ്ങനെ അവരെ സഹായിക്കുന്നത് കോൺഗ്രസ്സിലെ, UDF-ലെ ലീഗാണോ? അല്ല, ഞാൻ പറഞ്ഞ UDF അധികാരത്തിൽ വരുന്നു. അതിന് മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള മണ്ഡലങ്ങളിലൊന്നും RSS വർക്ക് ചെയ്യേണ്ടവരില്ല. അവരല്ലാണ്ട് ജയിച്ചോളും. ആരുടെ സഹകരണമുണ്ട് അവർക്ക് ചെയ്യും. അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളിൽ RSS LDFന് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന വർത്തമാനങ്ങളൊക്കെ പുറത്തേക്ക് വിടുകയും അത് UDFന് വോട്ട് ചെയ്യുന്ന പ്രക്രിയയായിട്ട് മാറിത്തീരുകയും ചെയ്യും എന്നാണ് ഞാൻ കണക്കാക്കുക. എൻ്റെ കാരണം ഇതാണ്, അവർക്കൊരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. ആ പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കാനായിട്ട് സഹായിക്കുന്നത് അധികാരത്തിലേക്ക് UDF വരുന്നതാണ് എന്നതാണ്. കാരണം ഒന്ന്, UDFന് ഒരു തരത്തിലും കെട്ടുറപ്പുള്ള ഒരു മന്ത്രിസഭ ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. എപ്പോഴും അവർ തമ്മിലിങ്ങനെ ശണ്ട കൂടിക്കൊണ്ടിരിക്കും. ആ ശണ്ട കൂടിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് മന്ത്രിമാരിലേക്ക് ഇടയിൽ എപ്പോഴും ആധിപത്യം സ്ഥാപിക്കുന്നത് മുസ്ലിം ലീഗായിരിക്കും. അവരുടെ ക്യാബിനറ്റ് മീറ്റിങ്ങും അതുപോലെ തന്നെ പാർലമെൻ്ററി മീറ്റിങ്ങും ഒക്കെ കൂടുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കാനായിട്ട് കഴിയുന്നത് ലീഗിനായിരിക്കും. അവിടെ അത്ര വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ മുഴുവനും കോൺഗ്രസിനകത്തായിരിക്കും. അതുകൊണ്ട് അവർ ഭരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ഇഷ്യൂസ് ഉയർന്നു വരുമ്പോൾ ആര് ഭരിച്ചാലും ഇഷ്യൂസ് ഉണ്ടാവും. ആ ഇഷ്യൂസിനെ ഹാൻഡിൽ ചെയ്യുന്നതിൽ കോൺഗ്രസ് പലപ്പോഴും പകച്ചു നിൽക്കും. അത് ആർക്ക് ഗുണകരമായി തീരും? ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അതിൻ്റെ വളർച്ചയ്ക്കും സഹായകരമായി തീരും എന്നാണ് എനിക്ക് തോന്നുന്നത്.